സപ്പോസ് നിങ്ങളുടെ അടുത്ത് 4 പേഷ്യൻസ് ഉണ്ട്. ഇതിൽ ഏത് പേഷ്യൻറ്റിനാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്? നമ്മുടെ നഴ്സിംഗ് പ്രോമെട്രിക് എക്സാംസിന് ഇതുപോലുള്ള പ്രയോറിറ്റി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഒരുപാട് ചോദിക്കുന്നുണ്ട്. അത് പല കുട്ടികൾക്കും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നുമുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഇന്നത്തെ ക്വസ്റ്റ്യൻ ഡിസ്കഷനിൽ ഒരു പ്രയോറിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. ലെറ്റ്സ് സീ ദ ക്വസ്റ്റ്യൻ. The nurse in the labor and delivery unit has just received the following reports. Which client should the nurse assess first? Option A primea gravida at 39 weeks receiving oxytocin infusion. She is having contractions every 2 minutes, lasting 90 to 100 seconds, and the fetal heart rate tracing shows late deceleration with minimal variability. Option B, a multigravida who delivered 30 minutes ago. Her fundus is bogey, deviated to the right, and moderate lochia rubra is noted. Option C, a client at 34 weeks gestation with severe preeclampsia receiving magnesium sulfate. Her respiratory rate is 10 breaths per minute, deep tendon reflexes are absent, and urine output has been 20 ml per hour for the past 2 hours. Last option, a woman at 37 weeks gestation with placenta previa who reports a painless episode of bright red vaginal bleeding that has soaked one perineal pad over the last hour. Her blood pressure is 118/74 mmHg. Pulse is 88 per minute. അപ്പോൾ നമ്മൾ 4 ഓപ്ഷൻസ് കണ്ടു. ഇതിൽ ആർക്ക് നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കും? വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് ആൻസർ ഇപ്പം തന്നെ ഒന്ന് കമൻറ്റ് ചെയ്യുക. എനിക്കറിയാം പല കുട്ടികളും വിചാരിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ എന്ന്. പക്ഷേ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. എന്തുകൊണ്ടാണെന്നോ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഓപ്ഷൻ സി ഒന്നുകൂടി നമുക്കൊന്ന് വായിക്കാം. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? എ ക്ലൈന്റ് അറ്റ് 34 weeks gestation വിത്ത് സിവിയർ പ്രിയക്ലാംഷ്യ റിസീവിംഗ് മഗ്നീഷ്യം സൾഫേറ്റ്. പ്രിയക്ലാംഷ്യ ഉള്ളൊരു വുമണാണ്, അവർക്ക് മഗ്നീഷ്യം സൾഫേറ്റ് പോകുന്നുണ്ട്. ഇനി തന്നിരിക്കുന്ന ഫൈൻഡിങ്സ് കുറച്ച് പ്രശ്നമുള്ളതാണ്. നോക്കൂ, റെസ്പിറേറ്ററി റേറ്റ് കുറവാണ് അല്ലേ? റെസ്പിറേറ്ററി റേറ്റ് ഈസ് 10 per minute. And deep tendon reflexes are absent. This is an important key. And urine output has been 20 ml per hour. Urine output നോർമൽ എത്രയാണെന്ന് അറിയാമോ? നോർമൽ യൂറിൻ ഔട്ട്പുട്ട് 30 ml per hour ആണ് വരേണ്ടത്. സോ അങ്ങനെ നോക്കുവാണെങ്കിൽ യൂറിൻ ഔട്ട്പുട്ടും കുറവാണ്. സോ റെസ്പിറേഷൻ കുറവാണ്, ഡീപ് ടെൻഡൻ റിഫ്ലെക്സസ് ആബ്സെൻ്റ് ആണ്, ആൻഡ് യൂറിൻ ഔട്ട്പുട്ട് കുറവാണ്. അതെന്തുകൊണ്ടാണ് സംഭവിച്ചത്? അത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ഷീ ഈസ് റിസീവിങ് മഗ്നീഷ്യം സൾഫേറ്റ്. മഗ്നീഷ്യം സൾഫേറ്റിൻ്റെ ടോക്സിസിറ്റി സയൻസ് ആണ് ഈ തന്നിരിക്കുന്നത്. മഗ്നീഷ്യം സൾഫേറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം, മഗ്നീഷ്യം സൾഫേറ്റ് കൊടുക്കുന്നതിൻ്റെ മെയിൻ പർപ്പസ് സീഷറിനെ കൺട്രോൾ ചെയ്യാനും പ്രിവെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ആൻറ്റി കൺവൾസൻറ്റ് എഫക്റ്റിന് വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്. ഈ മഗ്നീഷ്യം സൾഫേറ്റിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് മഗ്നീഷ്യം സൾഫേറ്റിൻ്റെ തെറാപ്യൂട്ടിക് റേഞ്ച് വളരെ നാരോ ആണ്. 3.5 to 7 മില്ലി ഇക്വാലൻ്റ് ആണ് വരുന്നത്. 7 ക്രോസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ടോക്സിസിറ്റി ഉണ്ടാകും. അപ്പോൾ അവിടെ ഗുണത്തേക്കാൾ കൂടുതൽ ദോഷമായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. മഗ്നീഷ്യം സൾഫേറ്റിന്റെ ടോക്സിസിറ്റി സയൻസ് ഉറപ്പായിട്ടും നിങ്ങളൊന്ന് പഠിച്ചിരിക്കണം. അതിൽ വരുന്നതാണ് ആബ്സെന്റ് ഡീപ് ടെൻഡൻ റിഫ്ലെക്സസ്, അതായത് ഡീപ് ടെൻഡൻ റിഫ്ലെക്സസ് ഒക്കെ നഷ്ടപ്പെടുന്നു. ദെൻ റെസ്പിറേറ്ററി ഫെയിലിയർ ഉണ്ടാകുന്നു, റെസ്പിറേറ്ററി ഡിപ്രഷൻ, റെസ്പിറേറ്ററി റേറ്റ് ഒക്കെ കുറയുന്നു, ആൻഡ് പിന്നെയും ലെവൽ കൂടിക്കഴിഞ്ഞാൽ കാർഡിയാക് അറസ്റ്റ് വരെ സംഭവിക്കാം. അപ്പോൾ എത്രമാത്രം ലൈഫ് ത്രെറ്റനിങ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണെന്ന് നോക്കൂ. മഗ്നീഷ്യം സൾഫേറ്റ് പോകുന്ന പേഷ്യൻറ്റിന് റെസ്പിറേറ്ററി റേറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവരുടെ യൂറിൻ ഔട്ട്പുട്ട് കുറവാണെങ്കിൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് മഗ്നീഷ്യം സൾഫേറ്റ് ടോക്സിസിറ്റിയുടെ സയൻസ് ആണ്. ഇമ്മീഡിയറ്റ്ലി ആക്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ മദറിൻ്റെ ലൈഫ് തന്നെ ഡേഞ്ചറിലേക്കാകാം. ഇറ്റ്സ് സച്ച് എ ലൈഫ് ത്രെറ്റനിങ് കണ്ടീഷൻ. ഇനി എന്തുകൊണ്ട് ടോക്സിസിറ്റി വന്നു അത് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ യൂറിൻ ഔട്ട്പുട്ട് കുറവാണ്. യൂറിൻ ഔട്ട്പുട്ട് ഈസ് 20 ml per hour. സോ യൂറിനിലൂടെയാണ് മഗ്നീഷ്യം എക്സ്ക്രീറ്റ് ആയിട്ട് പോകേണ്ടത്. അപ്പോൾ യൂറിൻ ഔട്ട്പുട്ട് കുറയുമ്പോൾ ശരീരത്തിലുള്ള മഗ്നീഷ്യം എക്സ്ക്രീറ്റ് ആയി പോകുന്നില്ല, അത് ശരീരത്തിൽ അക്യുമുലേറ്റ് ആകുന്നു. ദാറ്റ് വിൽ ലീഡ് ടു ദ ടോക്സിസിറ്റി. ഇതുപോലെ പ്രയോറിറ്റി ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നിങ്ങൾ എപ്പോഴും അപ്ലൈ ചെയ്യേണ്ട റൂളാണ് ABC, എയർവേ, ബ്രീത്തിങ്, സർക്കുലേഷൻ. അപ്പം നമുക്ക് തന്നിരിക്കുന്ന 4 ഓപ്ഷൻസിൽ ഈ ഒരു കണ്ടീഷനിലാണ്, ഈ ഒരു മദറിനാണ് റെസ്പിറേറ്ററി ഫെയിലിയറും കാർഡിയാക് അറസ്റ്റൊക്കെ വരാനായിട്ടുള്ള ഒരു ഇമ്മീഡിയറ്റ് ത്രെറ്റ് ഉള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ഓപ്ഷൻ സി ആണ് ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറഞ്ഞത്. ഇനി മഗ്നീഷ്യം സൾഫേറ്റ് ടോക്സിസിറ്റി വന്നാൽ എന്താണ് ചെയ്യേണ്ടത് അതുകൂടെ നമുക്ക് അറിഞ്ഞിരിക്കണം.
അപ്പോൾ ഇമ്മീഡിയറ്റ്ലി തന്നെ മഗ്നീഷ്യം സൾഫേറ്റ് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ ആൻറ്റിഡോട്ട് ആയിട്ടുള്ള കാൽഷ്യം ഗ്ലൂക്കണേറ്റ് കൊടുക്കുക. സോ ദ ആൻറ്റിഡോട്ട് ഫോർ മഗ്നീഷ്യം സൾഫേറ്റ് ഈസ് കാൽഷ്യം ഗ്ലൂക്കണേറ്റ്. അപ്പം നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും, എന്തുകൊണ്ട് ഓപ്ഷൻ എ ഇവിടെ പ്രയോറിറ്റി ആയിട്ട് വന്നില്ല? ഓപ്ഷൻ എയിലേക്ക് വരാം. ഓപ്ഷൻ എയിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? എ പ്രൈമി ഗ്രാവിഡ അറ്റ് 39 വീക്സ് റിസീവിങ് ഓക്സിറ്റോസിൻ ഇൻഫ്യൂഷൻ. ഓക്സിറ്റോസിൻ പോകുന്നുണ്ട്. ഷീ ഈസ് ഹാവിങ് കോൺട്രാക്ഷൻസ് എവറി 2 minutes which last 90 to 100 seconds. ഈ ഓക്സിറ്റോസിൻ പോകുമ്പോൾ കോൺട്രാക്ഷൻ മോണിറ്റർ ചെയ്യണമെന്ന് നിങ്ങൾക്കറിയാലോ. അപ്പോൾ ഇവിടെ കോൺട്രാക്ഷൻ്റെ ഫ്രീക്വൻസി വന്നിരിക്കുന്നത് എത്രയാ? 2 minutes. ഡ്യൂറേഷനോ 90 to 100 seconds. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഓക്സിറ്റോസിൻ പോകുമ്പോൾ കോൺട്രാക്ഷൻ്റെ ഫ്രീക്വൻസി 2 minutes വരികയും അല്ലെങ്കിൽ ഡ്യൂറേഷൻ 90 secondsലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഓക്സിറ്റോസിൻ സ്റ്റോപ്പ് ചെയ്യണം എന്നുള്ളൊരു കാര്യം അല്ലേ. പിന്നെ ബാക്കി മുമ്പോട്ട് വായിക്കുമ്പോൾ ഫീറ്റൽ ഹാർട്ട് റേറ്റ് ട്രേസിംഗ് ഷോസ് ലേറ്റ് ഡീസലറേഷൻ. ലേറ്റ് ഡീസലറേഷൻ എന്താണെന്ന് ഇപ്പോൾ പഠിച്ചു കാണുമോ അല്ലേ? ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ പഠിപ്പിച്ചായിരുന്നു. ലേറ്റ് ഡീസലറേഷൻ മീൻസ് കോൺട്രാക്ഷൻ്റെ സമയത്ത് ഫീറ്റൽ ഹാർട്ട് റേറ്റ് കുറഞ്ഞു പോകുന്നു. അതിന് കാരണം യൂട്ടറോ പ്ലാസെന്റൽ ഇൻസഫിഷ്യൻസി ആണ്. ബിക്കോസ് കോൺട്രാക്ഷൻ്റെ സമയത്ത് പ്ലാസെന്റയിലേക്ക് വരുന്ന ബ്ലഡ് സപ്ലൈ കുറയുന്നു, അങ്ങനെ കുട്ടിക്ക് കിട്ടുന്ന ബ്ലഡ് കുറയുന്നു, അതുമൂലം കുട്ടിയുടെ ഹാർട്ട് റേറ്റ് കുറഞ്ഞു പോകുന്നു. ഇത് പ്രയോറിറ്റി തന്നെയാണ്. നമുക്കിതിനെ ആക്ച്വലി സെക്കൻഡ് പ്രയോറിറ്റി ആയിട്ട് എടുക്കാം. ഇമ്മീഡിയറ്റ് ലൈഫ് ത്രെറ്റനിങ് സിറ്റുവേഷൻ ഇവിടെ ഇല്ല, കമ്പയറിംഗ് ടു ദ ഓപ്ഷൻ സി. ഓപ്ഷൻ സിയിൽ ഒരു മറ്റേണൽ ലൈഫ് ത്രെറ്റനിങ് കണ്ടീഷൻ ഉണ്ടായിരുന്നു. അപ്പം മദറിനെ സേവ് ചെയ്യുക തന്നെയാണ് പ്രയോറിറ്റി. വൈൽ സേവിങ് ദ മദർ വി ആർ സേവിങ് ദ ബേബി ഓൾസോ. ഇനി ഈ ഒരു സിറ്റുവേഷനിൽ എന്താണ് ചെയ്യേണ്ടത്, ഇതിൻ്റെ ഇൻ്റർവെൻഷൻസ് എന്താണെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയാം അല്ലേ. ഇപ്പോൾ ലേറ്റ് ഡീസലറേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഓക്സിറ്റോസിൻ സ്റ്റോപ്പ് ചെയ്യുക. അതിനുശേഷം മദറിന് ഏത് പൊസിഷൻ കൊടുക്കണം? മദറിനെ നമ്മൾ കറക്റ്റ് ലെഫ്റ്റ് ലാറ്ററൽ പൊസിഷനിലേക്ക് കിടത്തണം. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു കണ്ടീഷനെ നമ്മൾ മാനേജ് ചെയ്യേണ്ടത്. അപ്പോൾ ഓപ്ഷൻ എ ക്ലിയർ ആയല്ലോ അല്ലേ. അപ്പോൾ ഇവിടെ മദറിന് തന്നെയാണ്, മദറും ഫീറ്റസും വരുമ്പോൾ മദറിന് തന്നെയാണ് നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്നത്. മദറിൻ്റെ ലൈഫിന് തന്നെയാണ് പ്രയോറിറ്റി വരുന്നത്. ദെൻ കമ്മിങ് ടു ദി ഓപ്ഷൻ ബി. ഓപ്ഷൻ ബിയിൽ എഴുതിയിരിക്കുന്നത് എ മൾട്ടി ഗ്രാവിഡ ഹു ഡെലിവേർഡ് 30 minutes ago. Her fundus is boggy, deviated to the right and moderate lochia rubra is noted. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുകയാണ് ഡെലിവറി കഴിഞ്ഞിട്ട് ഹാഫ് ആൻ അവർ ആയി. Her fundus is boggy. That means uterus is soft. അതെന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? That indicates uterus is not contracted അല്ലേ. And it is deviated to the right. എന്തുകൊണ്ടാണ് യൂട്രസ് കോൺട്രാക്ട് ആകാത്തത്? അതിന്റെ കാരണവും ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? യൂട്രസ് ഇസ് ഡീവിയേറ്റഡ് ടു ദ റൈറ്റ് മീൻസ് ബ്ലാഡർ ഫുള്ളാണ്. ഈ ഫുൾ ആയിട്ടുള്ള ബ്ലാഡർ, നിറഞ്ഞിരിക്കുന്ന ബ്ലാഡർ യൂട്രസിനെ റൈറ്റ് സൈഡിലേക്ക് പുഷ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് യൂട്രസ് ഇസ് ഡീവിയേറ്റഡ് ടു ദ റൈറ്റ് എന്ന് എഴുതിയിരിക്കുന്നത്. പിന്നെ അവർ ഒരു കാര്യം കൂടെ എഴുതിയിട്ടുണ്ട്, മോഡറേറ്റ് ലോക്കിയ റൂബ്ര ഈസ് പ്രസന്റ്. സോ ബ്ലീഡിംഗ് ഉണ്ട്, ബട്ട് ഇറ്റ് ഇസ് മോഡറേറ്റ്. അപ്പൊ അതൊരു അത്രയും ഒരു ലൈഫ് ത്രെറ്റനിങ് കണ്ടീഷൻ അല്ല. ഇറ്റ് ക്യാൻ ബി മാനേജ്ഡ്. അപ്പൊ നമുക്ക് നോക്കുവാണെങ്കിൽ നമ്മുടെ പ്രയോറിറ്റി വൈസ് നോക്കുവാണെങ്കിൽ ഇത് മൂന്നാമത്തെ പ്രയോറിറ്റി ആയിട്ട് എടുക്കാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് അറിയാലോ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ അതിന്റെ ഇന്റർവെൻഷൻസ് എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ അവിടെ നമ്മൾ ചെയ്യേണ്ടത് ഉടനെ തന്നെ ഫണ്ടൽ മസാജ് കൊടുക്കുക. ദ ഫസ്റ്റ് തിങ് ഈസ് ഫണ്ടൽ മസാജ്. പിന്നെ അതിനുശേഷം എംപ്റ്റി ദ ബ്ലാഡർ ഇവാക്യുവേറ്റ് ചെയ്യുക. അപ്പം അങ്ങനെ നമുക്ക് ഈ ഒരു സിറ്റുവേഷനെ കൺട്രോൾ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് ലാസ്റ്റ് ഓപ്ഷനിലേക്ക് ഒന്ന് നോക്കാം. ലാസ്റ്റ് ഓപ്ഷൻ ഇങ്ങനെയാണ്: എ വുമൻ അറ്റ് 37 weeks gestation with placenta previa who reports a painless episode of bright red vaginal bleeding that has soaked one perineal pad over the last hour. Last 1 hour one perineal pad is soaked, which indicates moderate bleeding. ഇതാണ് ഇതിലൊരു മെയിൻ ഹൈലൈറ്റ്. എത്രമാത്രം ബ്ലീഡിംഗ് ഉണ്ട് എന്ന് അറിയാനായിട്ട് നമ്മൾ പാഡ് കൗണ്ട് ആണ് നോക്കുന്നത്. സോ വിത്തിൻ 15 minutes ഒക്കെ പാഡ് സാച്ചുറേറ്റഡ് ആയി അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ ഹെവി ബ്ലീഡിംഗ്, വെരി സിവിയർ കണ്ടീഷനാണ് കാണിക്കുന്നത്. പക്ഷേ ഇവിടെ 1 hour കൊണ്ടാണ്, ഇത് മോഡറേറ്റ് ആണ്. വൈറ്റൽസിലേക്ക് വരുവാണെങ്കിൽ വൈറ്റൽസ് സ്റ്റേബിൾ ആണ് അല്ലേ. അപ്പോൾ ഹീമോഡൈനാമിക്കലി ഈ ഒരു മദർ സ്റ്റേബിൾ ആണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇതിന് നമുക്ക് അത്രയും ഒരു ഇമ്മീഡിയറ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ട ഒരു പ്രശ്നം ഇവിടെ കാണുന്നില്ല. സോ ഇത് നമുക്ക് ലാസ്റ്റ് പ്രയോറിറ്റിയിലേക്കാണ് ഈ ഒരു ഓപ്ഷന് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ ഞാൻ 4 ഓപ്ഷൻസ് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തു. അപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഓപ്ഷൻ സി കറക്റ്റ് ആയിട്ട് വന്നത്, നോട്ട് ഓപ്ഷൻ എ. നമ്മൾ ഈ ABC റൂൾ തന്നെയാണ് ഇവിടെ നോക്കേണ്ടത്. എയർവേ, ബ്രീത്തിങ്, സർക്കുലേഷൻ. ഇതുപോലുള്ള പ്രയോറിറ്റി ക്വസ്റ്റ്യൻസ് ഒരുപാട് ചോദിക്കും. അപ്പോൾ അവിടെ കൺഫ്യൂസ്ഡ് ആകണ്ട. നമ്മൾ ഇതുപോലെ ഓരോ ഓപ്ഷൻസും ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കിയിട്ട് ഏതിലാണ്, എവിടെയാണ് ഒരു ലൈഫ് ത്രെറ്റനിങ്, ഒരു ഇമ്മീഡിയറ്റ് അർജൻസി വരുന്നത്, അടുത്ത 5 മിനിറ്റിൽ ഞാൻ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ആരുടെ ലൈഫാണ് ഡേഞ്ചറിലേക്ക് പോകാൻ പോകുന്നത്, അങ്ങനെ ചിന്തിച്ച് നോക്കിയിട്ട് നമുക്ക് റൂൾ ഔട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് കറക്റ്റായിട്ട് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു.
അപ്പം നമ്മൾ ഈ ഓപ്ഷൻസ് ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് തിയറി പോയിന്റ്സും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കറിയാലോ OBG എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത്. ഏത് പ്രോമെട്രിക് എക്സാം ആണെങ്കിലും അതിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. അപ്പം നല്ലതുപോലെ പഠിക്കുക. പിന്നെ ഓൺലൈൻ കോച്ചിങ്ങിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. GCC കൺട്രീസിലേക്കുള്ള എല്ലാ ലൈസൻസിങ് എക്സാംസിൻ്റെയും കോച്ചിങ് ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ഡിസ്കഷനുമായിട്ട് പെട്ടെന്ന് തന്നെ എത്താം. See you soon. Thank you. Bye.